കാർഷിക വാർത്തകൾ. കർഷകരുടെ ബാങ്ക് വായ്പയിൽ വർധന. കാർഷിക ഇതര വായ്പകളെയാണ് കർഷകർ കൂടുതൽ ആശ്രയിക്കുന്നത്. കാർഷിക വായ്പകളിലെ കിട്ടാക്കടവും കുറഞ്ഞു തുടങ്ങി. കർഷകർ കാർഷിക ഇതര മേഖലയിൽ നിന്നും കൂടുതൽ വായ്പ എടുക്കുന്നു. അതേസമയം വിവിധ ബാങ്കുകളിൽ നിന്നുള്ള കാർഷിക വായ്പകളിലെ കിട്ടാക്കടം 2020 മുതൽ 2024 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ 2% മുതൽ 4% വരെ ഇടിഞ്ഞു. കാർഷിക ഇതര വായ്പകളെ കൂടുതൽ ആശ്രയിക്കുന്ന സാഹചര്യത്തിലാണിത്. കിട്ടാക്കടം കുറയുന്നത് കർഷകരുടെ തിരിച്ചടവ് ശേഷിയാണ് സൂചിപ്പിക്കുന്നതെന്നും ലോക്സഭയിൽ ധനമന്ത്രാലയം വ്യക്തമാക്കി. കോവിഡിന് ശേഷം കാർഷിക വായ്പകളിൽ ശരാശരി 15.2% വർധന രേഖപ്പെടുത്തി. കോർപ്പറേറ്റ് വായ്പകളെക്കാൾ വേഗത്തിലാണ് കാർഷിക വായ്പകൾ മുന്നേറിയത്. മാത്രമല്ല, കോവിഡിന് ശേഷം നഗരമേഖലകളിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗവും ഗ്രാമീണ മേഖലയിലേക്ക് തിരിച്ചെത്തുകയും കാർഷിക വൃത്തി തൊഴിലായി സ്വീകരിക്കുകയും ചെയ്തതായാണ് ധനമന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. വിവിധ ബാങ്കുകളിലായി കർഷകരുടെ അക്കൗണ്ടിലും വർധനയുണ്ടായിട്ടുണ്ട്. 2020 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ അക്കൗണ്ടുകളുടെ എണ്ണം 381 ലക്ഷമായി ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേര ഉൽപ്പന്ന വിപണിയിൽ 4ാം ദിവസവും വില ഉയർന്നു. ഏലക്ക വിൽപ്പന മുന്നേറുകയാണ്. പുതുവർഷത്തിൽ തിരിച്ചുവരവിനൊരുങ്ങി കുരുമുളക് വില. ഏലക്ക സംഭരിക്കാനുള്ള ഇടപാടുകാരുടെ മത്സരം തുടരുകയാണ്. പുതുവത്സര വിൽപ്പന മുന്നിൽ കണ്ടുള്ള ചരക്ക് സംഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ നടന്ന ലേലത്തിൽ 35,569 കിലോ ഏലക്ക വന്നതിൽ 34,430 കിലോയും ഇടപാടുകാർ ഉത്സാഹിച്ചു വാങ്ങി. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3,104 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,875 രൂപയിലും കൈമാറി. കയറ്റുമതിക്കാർക്ക് പുറമെ ആഭ്യന്തര ആവശ്യക്കാരും ഏലക്ക ശേഖരിച്ചു. നാളികേരോൽപ്പന്ന വിപണിയിൽ 4ാം ദിവസവും വില ഉയർന്നു. വ്യവസായികൾ വെളിച്ചെണ്ണ വില ഉയർത്തിയെങ്കിലും അതിനനുസൃതമായി കൊപ്ര ശേഖരിക്കാൻ മില്ലുകാർ നടത്തിയ നീക്കം വിജയിച്ചില്ല. തമിഴ്നാട്ടിൽ പച്ചത്തേങ്ങ കൊപ്രക്ഷാമം രൂക്ഷമാണ്. കാങ്കയത്ത് വെളിച്ചെണ്ണ 75 രൂപയും കൊപ്രയ്ക്ക് 100 രൂപയും വർദ്ധിച്ചു. ഇതിനെ ചൂടുപിടിച്ച് സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണയും കൊപ്രയും മുന്നേറി. ക്രിസ്മസ് അവധിയുടെ ആലസ്യത്തിലാണ് കുരുമുളക് വിപണി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കം ശക്തമല്ല. പിന്നിട്ട ഏതാനും ദിവസങ്ങളിലായി മുളക് വിലയിലെ ഇടിവ് കണ്ട് ഉൽപാദകരും സ്റ്റോക്കിസ്റ്റുകളും തിരക്കിട്ടുള്ള വിൽപ്പന നിയന്ത്രിച്ചു. പുതുവർഷത്തിൽ വിലയിൽ തിരിച്ചുവരവ് അവർ പ്രതീക്ഷിക്കുന്നു. ഹൈറേഞ്ചിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള മുളക് വരവ് കുറവാണ്. 7 ദിവസങ്ങളിലെ തുടർച്ചയായ വില തകർച്ചയ്ക്ക് ശേഷം വിപണി ഇന്ന് സ്ഥിരതയ്ക്ക് ശ്രമം നടത്തി. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 632 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തുവരപ്പരിപ്പിന്റെ നികുതിരഹിത ഇറക്കുമതി ഫെബ്രുവരി വരെ നീട്ടി. ഓൺലൈൻ ഇമ്പോർട്ട് മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും ഇറക്കുമതി അനുവദിക്കുക. നികുതിയും അടിസ്ഥാന ഇറക്കുമതി നിരക്കുമില്ലാതെ തുവരപ്പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അനുമതി ഫെബ്രുവരി വരെ നീക്കി കേന്ദ്ര സർക്കാർ. അതേസമയം ഓൺലൈൻ ഇമ്പോർട്ട് മോണിറ്ററിംഗ് സംവിധാനത്തിന് കീഴിലുള്ള രജിസ്ട്രേഷൻ വഴിയാകും ഇറക്കുമതി അനുവദിക്കുക. ഫെബ്രുവരി 28-ന് മുൻപ് അനുമതി ലഭിച്ച എല്ലാ ഇറക്കുമതി ചരക്കുകൾക്കും ഇത് ബാധകമാകും. ആഭ്യന്തര വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി 2.3 ദശലക്ഷം ടൺ തുവരപ്പരിപ്പ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. മൊത്ത വ്യാപാര പയറുവർഗ്ഗങ്ങളുടെ വില അടുത്തിടെ 5 മുതൽ 20% വരെ കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പയറുവർഗ്ഗങ്ങളുടെ വില കുറയ്ക്കാൻ ചില്ലറ വ്യാപാരികളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വില കുറയുന്നില്ലെങ്കിൽ ഭാരത് ബ്രാൻഡ് പയറുവർഗ്ഗങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുമെന്നാണ് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരുത്തി കർഷകർക്കായി 500 കോടി രൂപ ബജറ്റിൽ വകയിരുത്തണമെന്ന് കോട്ടൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. വിളവ് മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ വിത്തിനങ്ങൾ അവതരിപ്പിക്കാനും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പരുത്തി കർഷകരുടെ വിളവ് വർദ്ധിപ്പിക്കുന്നതിനടക്കമുള്ള നടപടികൾക്കായി 500 കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കണമെന്ന ആവശ്യവുമായി കോട്ടൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. പരുത്തിയുടെ ആഗോള ശരാശരി ഉൽപാദനം ഹെക്ടറിന് 800 കിലോയാണ്. എന്നാൽ ഇന്ത്യയുടെ പരുത്തി ഉൽപാദനം ഇതിലും ഏറെ കുറവാണെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിലെ പരുത്തിയുടെ 67% മഴയെ ആശ്രയിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ കൃഷിക്കാവശ്യമായ ജലലഭ്യതയില്ലെന്നാണ് കർഷകരുടെ പരാതി. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത് എന്നീ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങളിൽ പരുത്തി ഉൽപാദനം കുറയുകയാണെന്നാണ് കോട്ടൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ട്രിപ്പ് ഇറിഗേഷൻ സാങ്കേതികവിദ്യ നടപ്പിലാക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിൽ ട്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് കൂടുതലായതിനാൽ ഈ തുക ബജറ്റിൽ വകയിരുത്തണമെന്നാണ് ഇവരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 10,000 കാർഷിക സഹകരണ സംഘങ്ങൾക്ക് തുടക്കമിട്ട കേന്ദ്ര സർക്കാർ.
5 വർഷത്തിനുള്ളിൽ 2 ലക്ഷമായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ പറഞ്ഞു. 10,000 പുതിയ വിവിധോദ്ദേശ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്രം തുടക്കം കുറിച്ചു. 5 വർഷത്തിനുള്ളിൽ ഇത്തരം 2 ലക്ഷം സൊസൈറ്റികൾ സ്ഥാപിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പഞ്ചായത്ത് തലത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സഹകരണത്തിലൂടെ അഭിവൃദ്ധി കൈവരിക്കാനാവില്ലെന്ന് പദ്ധതി ഉദ്ഘാടന വേളയിൽ അമിത്ഷാ വ്യക്തമാക്കി. 2ാം ഘട്ടത്തിൽ നബാർഡ് 45,000 വിവിധോദ്ദേശ പ്രാഥമിക സഹകരണ സംഘങ്ങളും ദേശീയ ക്ഷീര വികസന ബോർഡ് 46,000 ക്ഷീര സഹകരണ സംഘങ്ങളും സ്ഥാപിക്കും. കൂടാതെ ദേശീയ മത്സ്യവികസന ബോർഡ് 5,500 ഫിഷറീസ് സഹകരണ സംഘങ്ങൾക്കും തുടക്കമിടും. സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിൽ 25,000 പുതിയ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 221, RSS 5 216, ലാറ്റക്സ് 149. ജാതിക്ക 360, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900. അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോപ്പരിപ്പ് 730. കുരുമുളക് ഗാർബിൾഡ് 65,200, കുരുമുളക് അൺഗാർബിൾഡ് 63,200, ഏലയ്ക്ക 2,800 മുതൽ 2,900 വരെ. വെളിച്ചെണ്ണ 21,800, കൊപ്ര 17,000, ചുക്ക് 32,500.